നമ്മൾ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് നടന്നു വരികയായിരുന്നു. രണ്ട് പയ്യന്മാര് അപ്പുറത്ത് രണ്ടല്ല 3-4 പേരുണ്ട്. അവര് രാവിലെ തൊട്ട് എന്തോ വിഷയം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ അവര് പറയുന്നത്, ഓട്ടോക്കാരൊക്കെ പറയുന്നത് എന്തോ രാവിലെ വിഷയം ഉണ്ടെന്ന്. അപ്പൊ നമ്മള് കടയിലേക്ക് വരുന്നു. നമ്മുടെ സുർമാസ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന തുണിക്കടയുണ്ട്. അവിടുന്ന് നമ്മൾ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. നമ്മള് വെള്ളം കുടിച്ച് കാപ്പി കുടിച്ചിട്ട് നടന്നു വന്നപ്പോ ഇവന്മാര് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇവന്മാര് ഇപ്പുറത്തുനിന്ന് റോഡിലേക്ക് ഇറങ്ങി ആലമ്പാക്കണം. അപ്പൊ നോക്കി അങ്ങോട്ട് എന്തോ കുഴപ്പമൊന്നും. അപ്പൊ ഒന്നുമില്ല, നമ്മളിങ്ങനെ നടന്നു വന്നപ്പോ ഇവന്മാര് പിറകെ നമ്മളെ അടിക്കാനായിട്ട് ഓടി വന്നു. എന്തോടാ നീ ചെറഞ്ഞു നോക്കുന്നതെന്നും പറഞ്ഞ് പിറകെ വന്നു. അപ്പൊ നമ്മള് ക്രോസ് ചെയ്ത് ഇപ്പുറം ഇറങ്ങി ഇവിടെ വന്നപ്പോ അവന്മാര് പിറകെ ഓടി വന്നു. ആ വിഷ്വൽസ് ഒക്കെ അവിടുത്തെ CCTV ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓടി വരുന്നു, അടിക്കാൻ വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇനി കടയിൽ കയറി, സന്തോഷനെ വിളിച്ച് കഴിഞ്ഞ് കടയിൽ കയറി. അപ്പൊ ഇവന്മാര് കത്തി എടുത്ത് ഇങ്ങനെ വീശ, അരയുന്ന 2 കത്തി, ഈ നീളമുള്ള 2 കടയുമ്പോ ഇവിടെ വന്ന് തടഞ്ഞപ്പോ എനിക്കറിയില്ല എന്താ സംഭവം. കത്തി എടുക്കാൻ 3 മറ്റോനും കത്തിയുണ്ട്. അപ്പൊ പറഞ്ഞു ഞാൻ വന്ന പക്ഷെ എന്നെ പിടിച്ചു മാറ്റാൻ എനിക്ക് വയ്യാതെ 48 വയസ്സായി. അപ്പൊ എന്താ ചെയ്തത്, ഇവിടേക്ക് സൈഡ് തല വെച്ചിട്ട് വീണു. കത്തി ബലമായിട്ട് പിടിച്ചു, ഇങ്ങനെ മുറിഞ്ഞു നന്നായിട്ട്. അവരപ്പം മീഡിയയുടെ സാറിനെ കണ്ടപ്പോ പേടിച്ചു പോയി. സന്തോഷം പിടിച്ചില്ലായിരുന്നു, ഉറപ്പായി കുത്തിയേനെ. സന്തോഷം പിടിച്ചില്ലായിരുന്നു, നമുക്ക് ഉറപ്പായി കുത്തി കിട്ടിയേനെ. അപ്പോഴും സന്തോഷം ഇറങ്ങി വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പാക്കി കുത്തി കിട്ടിയേനെ. അവര് ഏതാണ്ട് ഇത്ര നീളം വരെ ഇട്ടുള്ളൂ. നല്ല മൂർച്ച ഉണ്ടായിട്ടുള്ളായിരുന്നു.